പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാവുന്നവർ എഴുന്നേറ്റ് നിൽക്കുക. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് ദൈവത്തിൻ്റെ കരുണയെ ധ്യാനിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഒരുമിച്ച് കൂടിയവരാണ്. ദിവ്യകാരുണ്യനാഥൻ, കരുണയുടെ നിറകുടമായവൻ ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം ദൈവത്തെ നമുക്ക് സ്നേഹിക്കാം, ആരാധിക്കാം, കൂടുതൽ അറിയാനായിട്ട് പരിശ്രമിക്കാം. അതിലൂടെ കർത്താവിൻ്റെ കരുണയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും യോഗ്യത ലഭിക്കുകയാണ്. ഈ സമയം ദൈവം നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്നതിനെ ഓർത്തുകൊണ്ട് അല്പസമയം സ്വതന്ത്രമായിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഉയർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയെ സ്തുതിക്കുവാൻ മാലാഖവൃന്ദങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട്, സ്വർഗീയ ശാക്തികന്മാർ ഞങ്ങളോടൊപ്പമുണ്ട്. അവരോട് ചേർന്ന് ഞങ്ങളും അങ്ങയെ ആരാധിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നാവ് കൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ പ്രകീർത്തിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം തുറക്കണമേ, അവിടുത്തെ സ്നേഹം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ, അവിടുത്തെ കരുണ ഞങ്ങളുടെ മേൽ ഒഴുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ മണിക്കൂർ അത്ഭുത മണിക്കൂറാണ്. ദൈവത്തിൻ്റെ കരുണ സമൃദ്ധമായി നമ്മുടെ മേൽ, ലോകം മുഴുവൻ്റെ മേലും ഒഴുകി വരുന്ന സമയമാണ്. നമുക്ക് ആ ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ, അവരെ ഏതെല്ലാം വിഷയങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാനുണ്ടോ ആ വിഷയങ്ങളെല്ലാം ഈ അൾത്താരയിൽ കൊണ്ടുവരാം. ദൈവമേ, അവിടുന്ന് ഏറ്റെടുത്ത് ഞങ്ങൾക്ക് നന്മയാകുന്നത് നൽകി അനുഗ്രഹിക്കുവാൻ തിരുവള്ളമാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നമുക്ക് സ്വസ്ഥാനങ്ങളിരിക്കാം. ദൈവത്തിൻ്റെ കരുണയെ നമ്മൾ ധ്യാനിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ നമ്മൾ അറിയുമ്പോൾ കർത്താവിൻ്റെ കരുണയ്ക്ക് നമ്മൾ യോഗ്യരാകും. നമുക്കറിയാം, യേശു എന്ന് പറയുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ മുഖമായിട്ട് കാണാൻ പറ്റും. കരുണയുടെ നിറകുടമായിട്ട് യേശുവിനെ നമുക്ക് കാണാൻ പറ്റും. യേശുവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കാൻ ഏറ്റവും സഹായകരമാകുന്ന ഒരു കാര്യമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും. അവിടെ പറയപ്പെട്ടിരിക്കുന്ന യേശുവിനെ കുറിച്ച്, അവൻ ദൈവമായിരുന്നിട്ടും ദൈവത്തോടുള്ള സമാനത കാര്യമായി പരിഗണിക്കാതെ തന്നെ തന്നെ ശൂന്യനാക്കി, അതും കുരിശുമരണത്തോളം തന്നെ തന്നെ അനുസരണമുള്ളവനാക്കി. അതുകൊണ്ട് പിതാവ് അവനെ തൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാകാൻ അനുവദിച്ചു എന്നുള്ളത് ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. കരുണയുമായി ബന്ധപ്പെട്ട, യേശുവുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ കാണുക. അവൻ സ്വയം ശൂന്യവൽക്കരിച്ച്, അതായത് എളിമപ്പെടാൻ തയ്യാറായി. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അനുസരണം. ഇതിൻ്റെ നേരെ വിപരീതം ദൈവകരുണയ്ക്ക് തടസ്സമാകുന്ന കാര്യങ്ങളാണ്. വിപരീതമായിട്ട് നമുക്ക് കാണാൻ പറ്റുക അഹങ്കാരം, അനുസരണക്കേട്. നമുക്ക് വേണ്ടത് എളിമ, അനുസരണം. നമ്മെ യേശു തൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിച്ചിരിക്കുന്നതും അതുതന്നെയാണ്. ലൂക്കായുടെ സുവിശേഷം 14:11, 18:14 ഒരേ സുവിശേഷത്തിൽ
വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്ന, അതായത് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, താഴ്ത്തുന്നവനോ ദൈവത്താൽ ഉയർത്തപ്പെടും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കരുണ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടുക. നമ്മൾ കാണുന്നുണ്ട് 1 രാജാക്കന്മാർ 21 അധ്യായം എടുക്കുമ്പോൾ അതിൻ്റെ 25 വചനത്തിൽ ശക്തമായ ഭാഷയിൽ പ്രവാചകനിലൂടെ ആഹാബിനെതിരെ ദൈവം സംസാരിക്കുന്നത് കാണാൻ പറ്റും. അവനോട് പറഞ്ഞത്, നീ നിന്നെ തന്നെ വിറ്റവനായി, നിന്റെ ഭാര്യയെ പ്രീതിപ്പെടുത്താൻ ദൈവത്തിന് അനിഷ്ടമായ കാര്യം നീ ചെയ്തതിലൂടെ നിന്നെ തന്നെ വിറ്റവനായി മാറി. അതുകൊണ്ട് നീ ഇതിൻ്റെ ശിക്ഷ അനുഭവിക്കും. നാബോത്തിൻ്റെ രക്തം നായ്ക്കൾ നക്കി കുടിച്ചെടുത്ത് വെച്ച് നിന്റെ രക്തവും നായ്ക്കൾ നക്കി കുടിക്കും. ആഹാബിൻ്റെ മുഖത്ത് നോക്കി ധൈര്യത്തോടെ ഏലിയ പ്രവാചകൻ പറഞ്ഞ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. അത് കേട്ടിട്ട് ആഹാബ് രാജാവ് ചെയ്തൊരു കാര്യം വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ്. സാധാരണ രാജാക്കന്മാർ, അധികാരമുള്ളവർ ഇങ്ങനെ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ഇതും പറഞ്ഞുകൊണ്ട് വന്നവൻ്റെ തലവെട്ടാൻ പരിശ്രമിക്കും, അതല്ലെങ്കിൽ അതിന് ഓർഡർ ഇടും. ആഹാബ് ചെയ്തത് അങ്ങനെ ഒരു കാര്യമല്ല. തുടർന്ന് വായിച്ചാൽ നമ്മൾ കാണുന്നു, ആഹാബ് ഇത് കേട്ട് രാജകീയ വസ്ത്രം മാറ്റി, അവൻ പകരം ചാക്കൊടുത്തു, ചാരം മേത്തു വാരിയർ വിതറി, ഉപവാസം നോക്കി നിലത്തിരുന്ന് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇതെല്ലാം കൂടെ ചേർത്ത് കർത്താവ് പറഞ്ഞൊരു കാര്യം 27 വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആഹാബ് എൻ്റെ മുമ്പിൽ എളിമപ്പെട്ടത് കണ്ടില്ലേ, അതുകൊണ്ട് ഞാൻ അവൻ്റെ മേൽ അയക്കുമെന്ന് പറഞ്ഞ ശിക്ഷ മാറ്റിവിടുന്നു. മരണം മാറ്റിവിട്ടതാണ് ഈ എളിമപ്പെടൽ. അവൻ എളിമപ്പെട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ അവൻ്റെ നേരെ വന്ന മരണം പോലും മാറിപ്പോയി. പിന്നെ ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കാതിരിക്കുമോ നമ്മൾ ഇതുപോലെ എളിമപ്പെട്ട് പ്രാർത്ഥിച്ച്? അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി നമ്മൾ കാണുന്നുണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം 3:18 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക, അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക്, കർത്താവിൻ്റെ കരുണയ്ക്ക് നീ പാത്രമാകും. നമ്മൾ എത്രമാത്രം എളിമപ്പെടുന്നോ അതനുസരിച്ച് ദൈവം നമ്മെ ആ കൃപയിലേക്ക്, കരുണയിലേക്ക് നയിക്കും എന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഏതെല്ലാം രീതിയിലാണ് ഈ കരുണ തടസ്സപ്പെട്ട് കിടക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മിൽ കുടികൊള്ളുന്ന അഹങ്കാരം. പക്ഷേ ഇത് തിരിച്ചറിയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വ്യഭിചാരം ചെയ്തോ ഇല്ലയോ എന്നറിയാനായിട്ട് കുറച്ചുകൂടി എളുപ്പമാണ്. അഹങ്കാരിയാണോ അല്ലയോ എന്നറിയാൻ അത്ര എളുപ്പമല്ല. ഈ ചിലർ അഹങ്കാരത്തിൽ വേരൂന്നി നിൽക്കുന്നെങ്കിൽ പോലും അവർക്ക് തോന്നിയേക്കാം അവരാണ് ഏറ്റവും എളിമയുള്ളവർ. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കൃത്യമായിട്ട് നമ്മൾ പഠിക്കുന്നില്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റാം. പ്രഭാഷകൻ്റെ പുസ്തകം 3 അധ്യായം അതിൻ്റെ 28 വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്, അഹങ്കാരിയുടെ കഷ്ടതയ്ക്ക് പ്രതിവിധിയില്ല. കാരണം ദുഷ്ടത, തിന്മ അവനിൽ വേരുറച്ചു വളരുന്നു. തിന്മ വേരുറച്ചു വളരുന്നത് ആരിലാണ്? അഹങ്കാരി. എളിമയുള്ളവരാണെങ്കിൽ എത്ര വലിയ പാപത്തിലേക്ക് വീണാലും നമ്മൾ കാണുന്നുണ്ട്. ലൂക്ക 22:62 വായിച്ചാൽ സ്വന്തം ഗുരുനാഥനെ തള്ളിപ്പറഞ്ഞവനാണ് പത്രോസ്. പക്ഷേ 62 വചനത്തിൽ നമ്മൾ കാണുകയാണ്, അവൻ മനം നൊന്ത് കരഞ്ഞു. അനുതാപം, മനം നൊന്ത് കരഞ്ഞു. അതുകൊണ്ട് ദൈവം അവനെ ഉപേക്ഷിച്ചില്ല. യേശു അവനെ തന്നെ അപ്പസ്തലന്മാരുടെ നേതാവായിട്ട് മുമ്പോട്ട് നയിക്കുന്നത് അവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മെ സംബന്ധിച്ചിടത്തോളം എളിമയുണ്ടെങ്കിൽ നമുക്ക് അനുദപിക്കാൻ പറ്റും. അനുതാപമുള്ളവർക്ക് എത്ര വലിയ പാപത്തിൽ വീണിട്ടുണ്ടെങ്കിലും തിരിച്ചു വരാനായിട്ട് അവർക്ക് സാധിക്കും എന്നുള്ളത് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അഹങ്കാരമാണ് തിന്മ വേരുറച്ചു വളരാൻ ഇടവരുത്തുന്നത് എന്ന കാര്യം നമ്മൾ വിസ്മരിക്കരുത്. നമുക്ക് ഏതാനും കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ഏതെല്ലാം രീതിയിലാണ് ഈ ഒരു അഹങ്കാരം നമ്മളിൽ പ്രകടമാകാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് തിരിച്ചറിയണമെങ്കിൽ വളരെ സൂക്ഷ്മമായിട്ട് നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം. അല്ലാതെ
കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടാണ്. കാണാൻ സാധിക്കും പല മേഖലയിൽ അഹങ്കാരം നമ്മളിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ വന്നേക്കാം. ഒന്ന്, ചിന്തയിൽ അഹങ്കാരം വരാം. 2 മക്കബായർ 5:21 വചനം വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അഹങ്കാരത്താൽ ഉന്മത്തനായ ഒരു വ്യക്തിയെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആരാണ്? അന്ത്യോക്കസ്. അഹങ്കാരത്താൽ ഉന്മത്തൻ. ഇതെങ്ങനെയാണ് അവനിൽ പ്രകടമായത്? അവൻ്റെ ചിന്ത. അവൻ ചിന്തിച്ചത് എങ്ങനെയാണെന്ന് ഈ വചനഭാഗം പറയുന്നുണ്ട്. അവൻ പറഞ്ഞത്, എനിക്ക് വേണമെങ്കിൽ കടലിലൂടെ ഓടാൻ പറ്റും. എന്തൊരു ചിന്താഗതിയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഫാൻസി ഐഡിയ. സാധാരണക്കാർ ഓടുന്നത് കരയിലൂടെയാണ്. രാജാവ് പറയാണ്, എനിക്ക് വേണമെങ്കിൽ കടലിലൂടെയും ഓടാൻ പറ്റും. അഹങ്കാരത്തിൻ്റെ ഒരു ധ്വനിയാണ് അവിടെ ഉയർന്നു നിന്നത്. ഇനി അത് അവനെ പിന്നീട് അവനെ പാപപ്രവൃത്തിയിലേക്ക്, അഹങ്കാര പ്രവൃത്തിയിലേക്ക് നയിച്ചു. 2 മക്കബായർ 9 എടുക്കുമ്പോൾ അഹങ്കാരപൂർവ്വം പ്രവർത്തിച്ച അന്ത്യോക്കസിനെ അവിടെ കാണാൻ പറ്റും. അവന് ഒന്നിനു പുറകെ ഒന്നായിട്ട് അനർത്ഥങ്ങൾ ജീവിതത്തിൽ വന്നെങ്കിലും അനുദപിക്കാനല്ല കൂട്ടാക്കിയത്, കൂടുതൽ ദൈവത്തിനെതിരാകാനായിട്ട് അവൻ നോക്കി. അത് അവനെ അവസാനം കൊണ്ട് എത്തിച്ചത് ജീവിച്ചിരിക്കെ പുഴുവരിക്കുന്ന ആ ഒരു പരിതാപകരമായ അവസ്ഥയിൽ അവനെ കൊണ്ട് എത്തിച്ചു. നമ്മൾ ഈ അഹങ്കാരത്തിൽ വേരുറച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞ ഒരു കാര്യമാണ്. തിന്മ അവനിൽ വേരുറച്ച് വളരുന്നതിനാൽ അവന് പ്രതീക്ഷയ്ക്ക് വകയില്ലാണ്ടാവും. ഇതുതന്നെയാണ് അന്ത്യോക്കസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മറ്റൊന്ന് നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ഈ സംസാരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അഹങ്കാരം പ്രകടമാകാം. അഹങ്കാരപൂർവ്വമുള്ള സംസാരം, അതേക്കുറിച്ച് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദാനിയേൽ 4:30 മുതൽ വായിച്ചാൽ നെബുക്കദ്നേസർ അഹങ്കാരപൂർവ്വം സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞൊരു കാര്യം, ഇതാ ഞാൻ ഉണ്ടാക്കിയ ബാബിലോൺ, എൻ്റെ പ്രതാപകാലത്ത് ഞാൻ ഉണ്ടാക്കിയ ബാബിലോൺ, എൻ്റെ മഹത്വം വിളിച്ചു പറയുന്ന ബാബിലോൺ. അങ്ങനെ കുറേ കാര്യങ്ങൾ അവൻ വർണ്ണിച്ചു. അവനെ തന്നെ പുകഴ്ത്തിക്കൊണ്ടാണ് അവൻ സംസാരിച്ചത്. ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിനേക്കാൾ സ്വയം പുകഴ്ത്തി. എന്താ അവിടെ സംഭവിച്ചത് നമുക്കറിയാം. പറഞ്ഞു തീർന്നത്, സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേട്ടു, നെബുക്കദ്നേസർ, നിൻ്റെ രാജ്യം നിന്നെ കൈവിട്ടു പോയിരിക്കുന്നു. ഇനി നിനക്ക് വരാൻ പോകുന്നത് വളരെ പരിതാപകരമായ കാര്യമാണ്. നീ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഓടിക്കപ്പെടും. നീ മഞ്ഞും മഴയും വെയിലും എല്ലാം കൊണ്ട് വിജന സ്ഥലത്ത് കിടക്കുന്ന അവസ്ഥയുണ്ടാകും. ഇതൊക്കെ ഏതവസ്ഥയിൽ നിന്ന് ഏതവസ്ഥയിലേക്കാണ് അഹങ്കാരം അവനെ കൊണ്ട് എത്തിച്ചത് എന്ന് നമുക്ക് കാണാൻ പറ്റും. പ്രഭാഷകൻ 32:12 വചനം വായിച്ചാൽ അവിടെയും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അഹങ്കാരപൂർവ്വം സംസാരിച്ച് പാപം ചെയ്യരുത്. അഹങ്കാരത്തോടെ നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാൻ പറ്റും, അത് നമ്മെ നാശത്തിലേക്ക് നയിക്കും എന്നുള്ളത് നാം തിരിച്ചറിയണം. മറ്റൊന്ന് നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ നോട്ടത്തിൽ പോലും അഹങ്കാരം ഉണ്ടാകാം. നോട്ടത്തിൽ. ഇനി അത് വളരെ അപകടകാരിയാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാണാൻ പറ്റും. നമ്മൾ കാണുന്നുണ്ട് 2 ദിനവൃത്താന്തം 26:16 മുതൽ വായിക്കുമ്പോൾ ഈ നോട്ടത്തിൽ വരുന്ന അഹങ്കാരത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. സുഭാഷിതങ്ങൾ 6:16 മുതൽ വായിക്കുമ്പോൾ അവിടെയും ഗർവ് കലർന്ന കണ്ണ്. അതെന്താ? നോട്ടത്തിലെ അഹങ്കാരത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മറ്റൊന്ന് നമുക്ക് കാണാൻ സാധിക്കും, ചില അറിവിൽ നമുക്ക് ലഭിച്ച ചില അറിവിൽ, നേട്ടങ്ങളിൽ, അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ അഹങ്കരിക്കാൻ പറ്റും. എസെക്കിയേൽ 27 വായിക്കുമ്പോൾ അതിൻ്റെ 3 വചനം മുതൽ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, സൗന്ദര്യത്തിൻ്റെ പേരിൽ വേണേൽ നമുക്ക് അഹങ്കരിക്കാം. 28 വരുമ്പോൾ സമ്പത്തിൻ്റെ പേരിൽ വേണമെങ്കിൽ നമുക്ക് അഹങ്കരിക്കാം. അങ്ങനെ സങ്കീർത്തനം 73:6 വരുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് അഹങ്കാരം നമ്മുടെ അലങ്കാരമായി മാറ്റാം. വേണമെങ്കിൽ ഈ നെക്ലേസ് പോലെ അഹങ്കാരം ധരിച്ച് നടക്കാം എന്നുള്ളത് സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഇതെല്ലാം നമ്മെ അപകടത്തിലേക്ക് നയിക്കുന്നതാണ്, ദൈവത്തിൻ്റെ കരുണയെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. ആ തിരിച്ചറിവോടെ നമുക്ക് എളിമപ്പെട്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കൊടിയ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ശുദ്ധീകരണാത്മാക്കൾ ശുദ്ധീകരണം പൂർത്തിയാക്കി സ്വർഗത്തിലെത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.
ഇവിടെ പ്രത്യേക നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആവശ്യങ്ങളെല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി പറയുന്നു. ആരാധന 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 ഈശോയെ ആരാധന ആരാധന. ഈശോയെ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ രാജാവിനുമായി പറയുന്നു. ഈശോയെ ആരാധന ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്ക് ആരാധന.